നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു പൈങ്കിളി വാർത്തയുടെ സാധ്യതകൾ തിരഞ്ഞ മാധ്യമങ്ങൾ വിമർശിക്കപ്പെട്ടിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ ഇത്തരത്തിൽ വാർത്ത നൽകിയ കൈരളി പീപ്പിൾസ് ചാനലിന് കാണികളോട് മാപ്പ് പറയേണ്ടി വന്നു. മറ്റൊരു മാധ്യമ സ്ഥാപനവും സമാന രീതിയിൽ ഇത് സംബന്ധിച്ച വാർത്തയിൽ എരിവും പുളിവും പകർന്ന് പൈങ്കിളിവൽക്കരിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി റീമ കല്ലിങ്കൽ. നടന്നത് ബലാത്സംഗമാണെന്ന നിലയിൽ ഇംഗ്ലീഷ് ദിനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയ വാർത്തയ്ക്കെതിരെയാണ് റീമ രംഗത്തെത്തിയിരിക്കുന്നത്. നടി സഞ്ചരിക്കുന്ന വാഹനത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ കേരള എഡിഷൻ 1-ാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയുടെ തലക്കെട്ട്. എന്നാൽ നടിയുടെ കാറിന്റെ ബ്രാൻഡ് നെയിം കൂടി ചേർത്താണ് പത്രത്തിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വാർത്ത. മലയാള നടി മുൻ ഡ്രൈവറാൽ അവരുടെ ഓഡിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് വെബ്സൈറ്റിലെ തലക്കെട്ട്. റീമയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ടൈംസ് ഓഫ് ഇന്ത്യ, അതൊരു കൂട്ട ബലാത്സംഗമായിരുന്നുവെങ്കിൽ ഗംഭീരമാവുമായിരുന്നു. കൃത്യത്തിൽ ഒരു ഇരുമ്പ് ദണ്ഡം കൂടുതൽ ക്രൂരതയുണ്ടായിരുന്നുവെങ്കിൽ ഇനിയും പൈങ്കിളിവൽക്കരിക്കാമായിരുന്നു. ക്രൂരത എത്ര കൂടുന്നുവോ അത്ര നല്ലത് അല്ലേ? നടന്നത് ബലാത്സംഗമാണെന്ന തീർപ്പിലെത്താൻ ഇന്നലെ മാതൃഭൂമി ചാനലും ധൃതി കൂട്ടുന്നത് കണ്ടു. പക്ഷേ അവർ പിന്നീട് ആ വാർത്ത പിൻവലിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യ, നിങ്ങളുടെ 3-ാം കിട മഞ്ഞപ്പത്ര പ്രവർത്തനത്തിൽ ഞാൻ തുപ്പുന്നു എന്ന് പറഞ്ഞാണ് റീമ അവസാനിപ്പിച്ചത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.